അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാക്കി തമ്പ് 215 XT എന്ന് പറഞ്ഞൊരു സ്പീക്കറാണ് നമ്മൾ റിവ്യൂ ചെയ്തത്. അപ്പോൾ അന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു JBL ആണ് ബെസ്റ്റ്, JBL ആണ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓഫ് കോഴ്സ് JBL തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്, പക്ഷെ അതിന് നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട്. ഇത് JBL PRX 900 സീരീസിൽ വരുന്ന ഒരു ആക്റ്റീവ് സ്പീക്കറാണ്. 15 ഇഞ്ച് ആയിട്ടുള്ള ഒരു പവേർഡ് സ്പീക്കറാണ്. 2000 വാട്ടാണ് പീക്ക് ഔട്ട്പുട്ട് വരുന്നത്. 1000 വാട്ട് RMS ഉള്ള ഈ ഒരു JBLന്റെ PRX 915 എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിലാണ് ഈ ഒരു സ്പീക്കർ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ തന്നെ JBL ഒന്നും കാണുന്നില്ല. PRX 915 15 ഇഞ്ച് പവേർഡ് ലൗഡ് സ്പീക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ചതാണല്ലോ, ഇവിടെ എക്സ് ഡെമോ ആണ് മേടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 350 പൗണ്ട് കുറവിട്ടുണ്ട്. അതായത് നാട്ടിൽ ഏകദേശം 42,000 രൂപയോളം എനിക്ക് ഇതിൽ കുറവിട്ടുണ്ട് ഈ ഒരു എക്സ് ഡെമോ മേടിച്ചതിനെ കൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. നമ്മുടെ മുമ്പത്തെ ബാക്കി ഓപ്പൺ ചെയ്തോളല്ല, നല്ല ഇതിൻ്റെ കൂടെ നമുക്കൊരു പവർ കേബിളും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. അപ്പം ഇതാണ് JBL PRX 915 എന്ന് പറഞ്ഞിട്ടുള്ള 15 ഇഞ്ച് പവേർഡ് സ്പീക്കർ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2000 വാട്ട് ഔട്ട്പുട്ടും 1000 വാട്ട് RMSും ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് വരുന്നത് രണ്ട് സ്ഥലത്താണ്. ഒരു വെബ്സൈറ്റിൽ ഞാൻ കണ്ടത് 60 to 19 kHz ആണ്. ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പം 48 Hz to 19 kHz വരെയാണ് ഇത് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ആയിട്ട് സബ് ഊഫറൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് സബ് ഊഫറിൽ നിന്ന് ഔട്ട് കൊടുത്തിട്ട് നമുക്കൊരു 80 ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് സബ് ഊഫറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഞാനത് കാണിക്കാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മാക്സിമം SPL എന്ന് പറഞ്ഞാൽ 133 dB ആണ്. പ്രത്യേകിച്ച് നല്ല റേഞ്ച് തന്നെയുണ്ട്. പിന്നെ ബാക്കിൽ നമുക്കൊരു LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്കതിൽ കംപ്ലീറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ JBLന്റെ പ്രോ കണക്ട് ആപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ JBLന്റെ പാർട്ടി ബോക്സ് ഒക്കെ റിവ്യൂ ചെയ്ത സമയത്ത് പാർട്ടി ബോക്സ് ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിന് JBL പ്രോ കണക്ട് ആപ്പ് ഉണ്ട്. അപ് ടു നമുക്കൊരു 10 സ്പീക്കേഴ്സ് വരെ നമുക്കതിൽ ആഡ് ആക്കാൻ പറ്റും. നമുക്ക് 12 ബാൻഡ് ഈക്വലൈസർ വരെ നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൊരു ഗൈറോമെട്രി, അതായത് ഒരു G സെൻസർ ഉണ്ട്. അത് എങ്ങനെയാണ് വെക്കുന്നത് അനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് ഒപ്റ്റിമൈസ് ആവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ചെരിച്ച് മോണിറ്റർ പോലെ വെക്കണമെങ്കിൽ അത് മോണിറ്റർ പോലെ അതിനുള്ള ഒപ്റ്റിമൈസ് ആവും. നേരെ ഇതേപോലെ വെക്കുകയാണെങ്കിൽ ആ സെൻസർ വെച്ചിട്ട് അതിനുള്ള ഒരു ഒപ്റ്റിമൈസ് ആവും എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് വേർഷൻ വരുന്നത്. അപ്പം ഇത് പവർ ഓൺ ആക്കാനുള്ളതും പിന്നെ ഇതിൻ്റെ ഒരു മെനു വെർഷനാണ്. 3 ചാനലാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 XLR കോംബോ ഇന്നും പിന്നെ 2 XLR ത്രൂവും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ഓക്സ് 3.5mm നമുക്ക് ഇൻപുട്ടും കാണാൻ പറ്റും. പിന്നെ മിക്സ് ഔട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പവർ കേബിൾ കൊടുക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് JBL PRX 900 സീരീസ് എന്നുള്ളത്. അടുത്തായിട്ട് ബിൽഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതൊക്കെ കണ്ടില്ല, നല്ല കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് വെഡ്ജ് പോലൊക്കെ വെക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിൽ ഹാൻഡിൽ ഉണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഈ മോളിലും ഇവിടെ മാത്രമുള്ള ഒരു ഹാൻഡിൽ. മോളിലൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഒരു ബുദ്ധിമുട്ടാണ്. നല്ല ഹെവിയാണ് ഈ സാധനം. 24 കിലോ ആണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഓണാക്കി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ പവർ കേബിളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. ഓണായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു LCD ഡിസ്പ്ലേ, ഒരു ഫുൾ കളേർഡ് ആയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓണാക്കുമ്പോൾ തന്നെ JBL PRX 915 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 0 dB വരെയാണ് വെക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് മിക്സർ ഔട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. നമുക്ക് ഈ JBLന്റെ പ്രോ കണക്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതാണ് JBLന്റെ പ്രോ കണക്ട് ആപ്പ്. ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്, കണ്ട. സ്പീക്കേഴ്സിലേക്ക് പോകുമ്പോൾ JBL PRX 915 ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലൊരു 0 dB തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പോകുമ്പോൾ ഈക്വലൈസർ കണ്ടില്ലേ, ഫുൾ ബാൻഡ് നമുക്ക് ഈക്വലൈസർ ഫുള്ള് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എല്ലാതും. ഓക്കെ, കസ്റ്റം, പിന്നെ ഇവിടെ ബേസ് ബൂസ്റ്റ്, എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ് ടു 10 സ്പീക്കേഴ്സ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിത് മിക്സറിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സൗണ്ട്സ് എങ്ങനെയുണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു NCS ഒരു നോൺ കോപ്പിറൈറ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സറിൽ കണക്ട് ആക്കിയിട്ടുണ്ട്. ഇത് ബെറിംഗറിൻ്റെ സെനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിക്സർ ആണ് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, നമുക്ക് ഇതിൽ മാറ്റി നോക്കാം ഓരോന്ന്. കണ്ടോ, ഞാൻ സൗണ്ട് പറഞ്ഞില്ല. നിങ്ങൾ ഹെഡ്സെറ്റ് വെക്കുകയാണെങ്കിൽ കറക്റ്റ് സൗണ്ട് മനസ്സിലാവും കേട്ടോ. എന്തായാലും നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ഇതൊക്കെയാണ് JBL PRX 915ന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.